Okay, we can start the class. So we are discussing about the concept of voltage divider biasing. So first of all, you should study the circuit. Okay, voltage divider biasing ഒരു സർക്യൂട്ട് പഠിക്കുക. നമ്മൾ ഓൾറെഡി കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് പഠിച്ചതാണ്. അതിലൊരു സെക്ഷൻ ആണ്. Okay, VCC is there, R1, R2 is there, and RC and RE. Okay, then എന്താണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത് by using the current gain equation, that is beta is equal to IC by IB. Okay, because in the case of common emitter amplifier, IC is the output current and IB is the input current. Okay, and then from that equation we can rewrite IC is equal to beta into IB. Okay, from this equation it is clear that the output current IC is depends upon the two factors beta and IB. Okay, but the beta is constant for a particular transistor. Okay, so we will beta ne consider cheyyunnilla. We will considering only base current IB, that is input current. Okay, so we have to control, if you want to control the output current IC, just we have to vary the base current IB. Okay, or we can vary the IB to stabilize IC, or another important factor is that we need a minimum value of base current IB for the proper functioning of the transistor. Okay, ഇതൊക്കെ provide ചെയ്യുന്നത് ഏതാണ്? This can be done by using a voltage divider biasing circuit. Okay, അതാണ് purpose of voltage divider biasing circuit അല്ലെങ്കിൽ significance of voltage divider biasing. Okay, so അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെയുള്ള ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബൈസിങ് സർക്യൂട്ടിനെ കൺസിഡർ ചെയ്തിട്ട് അതിൽ നമ്മൾ VR2ന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് VR2, വിച്ച് ഇസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റർ R2, that is equal to VCC into R2 divided by R1 plus R2. So it is taken as equation. Loopനെ consider ചെയ്തിട്ട് we are applying KVL. KVL apply ചെയ്യുമ്പോൾ we will get another equation for R2, that is VR2 RE plus VBE. Okay, where IER is the voltage drop across resistor RE, this resistor RE, and VB is the voltage drop between base and emitter terminals of the transistor. Okay, and again from this equation we will find an equation for emitter current IE. Okay, that is IE is equal to VR2 minus VBE by RE. Just ഈ second equation rearrange ചെയ്ത്, so IE is equal to VR2 minus VBE by RE. Okay, then നമ്മൾ വേറൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. ഏതാണ്? റിലേഷൻ ബിറ്റ്വീൻ എമിറ്റർ കറണ്ട്, കളക്ടർ കറണ്ട് ആൻഡ് ബേസ് കറണ്ട്. എന്തായിരുന്നു അത്? ദാറ്റ് ഈസ് IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC. അല്ലേ? IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ഇക്വേഷൻ ആണ്. അപ്പോൾ ആ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബേസ് കറണ്ട് ഈസ് സംവാട്ട് സിമിലർ ടു എമിറ്റർ കറണ്ട്. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് IE വി ക്യാൻ റൈറ്റ് IC. ഓക്കെ, സോ ഈ ഇക്വേഷൻ നമ്മൾ ഈ IEക്ക് പകരം എന്ത് എഴുതി? IC എന്ന് എഴുതിയിട്ട് ഇക്വേഷൻ റീറൈറ്റ് ചെയ്തു. ദാറ്റ് ഈസ് IC ഈസ് ഈക്വൽ ടു VR2 മൈനസ് VB ബൈ RE. ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഔട്ട്പുട്ട് കറണ്ട് IC or collector current IC depends mainly on VR2 and RE. ഓക്കെ, VB നെ എടുക്കേണ്ട, അതിപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ കേസ് ആണെങ്കിൽ അത് വേരി ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ എന്താണ്? VR2 and IE ആണ് ഈ IC ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് VR2 ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ VCC, R1 ആൻഡ് R2. VR2 എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? VCCനെയും R1 ആൻഡ് R2നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ആ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബൈസിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് ഇപ്പൊ ക്ലിയർ ആയി അല്ലേ? വി ക്യാൻ വേരി ഔട്ട്പുട്ട് കറന്റ് IC or we can stabilize IC by choosing proper values of VCC, R1, R2 and RE. അപ്പൊ ഇതിനൊക്കെ നമ്മൾ പ്രോപ്പർ വാല്യൂസ് ചൂസ് ചെയ്ത് നമ്മൾ ആ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള IC കറണ്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഔട്ട്പുട്ട് കറണ്ടിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്തണമെങ്കിലും ഈ കോമ്പണൻസിൽ വേരിയേഷൻസ് വരുത്തിയാൽ മതിയാവും. ഓക്കെ, സോ ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് വോൾട്ടേജ് ഡിവൈഡർ ബൈസിങ്. കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, സോ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, ബട്ട് എന്താണ് ആ ലോജിക്ക് വെച്ച് അതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇന്ന് തന്നെ ഒന്ന് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിന്റെ ഇക്വേഷനും നമ്മുടെ KVL ഇക്വേഷനൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നൊന്ന് ഇലക്ട്രിക്കലിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ കൂടി എടുത്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക.
ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇത് ക്ലിയർ അല്ലേ? Is it okay? ഇത് ക്ലിയർ ആയിട്ടില്ല? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഏരിയയിൽ ഡൗട്ട് ഉണ്ടോ? Hello, am I audible? ഓക്കെ, എന്താടോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തെ? ഓക്കെ, 2-3 ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ബാക്കി ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? നിങ്ങളും റെസ്പോണ്ട് ചെയ്യാട്ടെ, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഓഡിബിൾ ആണോ, ഇവൻ നിങ്ങൾ അവിടെ പ്രസന്റ് ആണോ എന്ന് പോലും മനസ്സിലാവുള്ളൂ. ഓക്കെ, റെസ്പോണ്ട് ചെയ്യാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം, അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, സോ വോൾട്ടേജ് ഡിവൈഡർ ബൈസിങ് സർക്യൂട്ട്, അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണ്. സർക്യൂട്ട് വരക്കണം, ഇക്വേഷൻസ് എഴുതണം. ഇക്വേഷൻസ് ഒക്കെ ഞാൻ ഇതിൽ PPT-ലും ഷെയർ ചെയ്തിട്ടുണ്ട്, ഇത് നോക്കിയിട്ട് പഠിക്കും. ലാസ്റ്റ് element of system or instrumentation system. It is also called as instrumentation system. Okay, എന്താണ് instrumentation system എന്ന് പറയുന്നത്? ഒരു ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ or a measurement system എന്ന് വെച്ചാൽ it is a device which converts a physical measurement value into corresponding electrical quantity. Okay, that is called a measurement system. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മെഷറിംഗ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ അതിന്റെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ആണ് എന്ത്, അതൊരു ഒറ്റ ഡിവൈസ് ആണെന്നില്ല, അതിൽ കോമ്പിനേഷൻ ഓഫ് പല കോമ്പണൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ മെഷർമെന്റ് സിസ്റ്റം ഓർ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് മെഷർമെന്റ് സിസ്റ്റം ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നുകിൽ മെഷർമെന്റ് സിസ്റ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം ഉണ്ടാകും. അപ്പൊ അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് പഠിക്കാനുള്ളത്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ് വെച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ടു അണ്ടർസ്റ്റാൻഡ് എ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഓർ സിസ്റ്റം, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് to have a systematic organization and analysis of measurement system. The operation of a measuring instrument or a system could be described in a generalized manner in terms of functional elements. Okay, each functional element is made up of a component or group of components which performs a required and definite steps in the measurement. Okay, അപ്പോൾ നമുക്ക് എന്താണ് ഈ മെഷർമെന്റ് സിസ്റ്റം ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, വി ഓൾ ആർ ഫെമിലറൈസ്ഡ് വിത്ത് വെയിങ് മെഷീൻസ് അല്ലേ? നമുക്ക് ഷോപ്സിലൊക്കെ പോയാൽ കാണാൻ പറ്റുന്ന വെയിങ് മെഷീൻസ് ഇല്ലേ, നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുന്ന. ഇപ്പൊ നമ്മൾ കടയിലൊക്കെ പോവാണെങ്കിൽ നമ്മളൊക്കെ ഫെമിലറൈസ്ഡ് ആയിരിക്കും അല്ലേ? നമ്മൾ കടയിലൊക്കെ പോവാണെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ഉണ്ടാവും, എന്താണ്, വെയിങ് മെഷീൻ. ഇപ്പൊ നമ്മൾ 1 kg ഷുഗർ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, 1 kg ഷുഗർ അത്രയും ക്വാണ്ടിറ്റി ഉള്ള ഷുഗർ എടുത്തിട്ട് ആ ഒരു വെയിങ് മെഷീന്റെ ട്രേയിൽ വെക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും, അവിടെയുള്ള ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ടാവും. ആ ഡിസ്പ്ലേയിൽ ആ നമ്മളവിടെ വെച്ചിരിക്കുന്ന നമ്മുടെ ഷുഗറിന്റെ ക്വാണ്ടിറ്റി അതനുസരിച്ചിട്ട് അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് നമുക്ക് ഡിസ്പ്ലേയിൽ ഡിജിറ്റൽ വാല്യൂസ് ആയിട്ട് കാണും അല്ലേ? അപ്പൊ അതെന്താണ്, ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ മെഷർമെന്റ് സിസ്റ്റം ആണ്. അവിടെ ആക്ച്വലി വാട്ട് ഹാപ്പൻസ്, weight of that sugar is directly converted into corresponding electrical quantity, and it is again converted into a digital form and it is displayed on the display unit അല്ലേ? അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്.
നമ്മൾ വെക്കുന്ന ആ ഷുഗറിന്റെ വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് അല്ലെ, ഫിസിക്കൽ മെഷറിംഗ് ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് വിച്ച് ഇസ് ഡിസ്പ്ലേഡ് ഓൺ ദ ഡിസ്പ്ലേ യൂണിറ്റ്. അങ്ങനെയാണ് വെയിങ് മെഷീനിൽ സംഭവിക്കുന്നത്. അതൊരു എക്സാമ്പിൾ ആണ്, ഒരു ഇൻസ്ട്രുമെന്റ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ്. എന്താണ് ഇൻസ്ട്രുമെന്റ് സിസ്റ്റം എന്നുള്ളത് ക്ലിയർ ആണോ? വാട്ട് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് സിസ്റ്റം? അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വെയിങ് മെഷീൻ. അപ്പൊ ആ ഒരു ഇൻസ്ട്രുമെന്റ് സിസ്റ്റത്തിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അതിൽ എങ്ങനെയാണ് അതൊക്കെ സംഭവിക്കുന്നത്, അത് നമുക്ക് ആ ഒരു വെയിങ് മെഷീനിൽ തന്നെ എക്സാമ്പിൾ ആക്കി വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, വെയിങ് മെഷീനിൽ എങ്ങനെയാണ് ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെഷറിംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയായി കൺവേർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ അതിലെ ഓരോ കോമ്പണൻസ് ആണ് നമ്മൾ മെഷർമെന്റ് സിസ്റ്റത്തിന്റെ ഓരോ ബ്ലോക്സ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് എലമെന്റ്സ് ഓഫ് മെഷർമെന്റ് സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആ ഒരു വെയിങ് മെഷീനിൽ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു വെയിങ് മെഷീൻ ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ ട്രേ. One second. Okay. It's like this. ഇവിടെ ഉണ്ടാവും. അതിന്റെ അണ്ടറിൽ തന്നെ നമുക്കൊരു ഡിസ്പ്ലേ യൂണിറ്റ് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ അനദർ ഡിസ്പ്ലേ, ഇതുപോലെ പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിസ്പ്ലേ യൂണിറ്റും നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ഷോപ്പിൽ ഒരു വെയിങ് മെഷീൻ കാണുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ട്രേയിലാണ് നമ്മുടെ മെറ്റീരിയൽ എന്താണോ നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുന്നത് അത് ഇവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ട്രേ ഉണ്ടല്ലോ, ഈ ഒരു ട്രേന്റെ ബിനീത്ത് ആയിട്ട് അണ്ടറിൽ എന്ത് ചെയ്യും, ദർ ഇസ് എ മെക്കാനിസം ഉണ്ടാവും. അവിടെ ഒരു സ്ട്രെയിൻ ഗേജോ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ടാവും. ഓക്കെ, ട്രാൻസ്ഡ്യൂസർ എന്താണ്? ഇറ്റ് ഇസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം. ഓക്കെ, അപ്പൊ നോർമലി ഇപ്പൊ വെയിങ് മെഷീന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന്റെ ബിനീറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കോയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ റെസിസ്റ്റീവ് കോയിൽ ഉണ്ടാവും. ഓക്കെ, റെസിസ്റ്ററിന്റെ കേസ് പറയുകയാണെങ്കിൽ വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് റെസിസ്റ്റൻസ്? That is, resistance is directly proportional to L by A. Okay, resistance is proportional to L by A, and we can write R is equal to what? Rho into L by A. Okay, proportionality constant മാറ്റി നമുക്ക് rho എന്ന് കൊടുക്കാം. So R is equal to L by A. ഈ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്. അതിൽ what is rho എന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ കോൺസ്റ്റന്റ് ആണ്. Then what is L? L is length of the wire or conductor, and what is A? Area of the conductor. Okay, so from this equation it is clear that what if the length increases, resistance value also increases. Okay, and if the area increases, resistance value decreases. Because resistance and area of the conductor is inversely proportional. If the area increases, resistance decreases, or if area decreases, resistance increases. Okay, but length directly proportional. Length കൂടുവാണെങ്കിൽ റെസിസ്റ്റൻസ് വാല്യൂ വിൽ ഇൻക്രീസ്, ലെങ്ത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് വാല്യൂ ഓൾസോ ഡിക്രീസസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ റെസിസ്റ്റന്റിന്റെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രെയിനിന്റെ ബെനീത്ത് ആയിട്ട് ഇതുപോലെ ഒരു റെസിസ്റ്റീവ് കോയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ വെൻ വി ആർ പുട്ടിങ് ആൻ ഒബ്ജക്ട്, ഇപ്പം എക്സാമ്പിൾ ഒരു ഷുഗറിന്റെ ഒരു കവറിൽ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്, 1 kg ഷുഗർ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അത് നമ്മൾ ട്രേയിലേക്ക് വെക്കുകയാണ്. ട്രേയിലേക്ക് വെക്കുമ്പോൾ എന്താ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ആ ട്രെയിനിന്റെ മുകളിൽ ഒരു സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ, ഒരു സ്ട്രെയിൻ ഉണ്ടാവും. ആ സ്ട്രെയിൻ ഉണ്ടാകുന്ന അനുസരിച്ച് ആ ട്രെയില് അതിന്റെ ബിനീത്ത് ആയിട്ട് വരുന്ന റെസിസ്റ്റീവ് കോയിലിൽ ഒരു ഏരിയയിൽ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നോർമലി നിൽക്കുന്ന ആ ട്രേ കുറച്ച് താഴേക്കൊന്ന് പ്രസ് ആവും, ഒരു സ്ട്രെയിൻ ഉണ്ടാവും. അതിനനുസരിച്ച് ഈ റെസിസ്റ്റീവ് കോയിലിന്റെ ഏരിയയിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ ഏരിയയിൽ വേരിയേഷൻ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? ആ കറസ്പോണ്ടിങ് വേരിയേഷൻ വിൽ റിസൾട്ട്സ് ഓൺ ദ റെസിസ്റ്റൻസ് വാല്യൂ ഓൾസോ അല്ലേ.
ഏരിയ വേരി ചെയ്യുന്ന അനുസരിച്ച് റെസിസ്റ്റൻസിലും വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് വി നോ ദ ഓംസ് ഇക്വേഷൻ അല്ലേ? നമുക്കൊരു ഓംസ് ഇക്വേഷൻ അറിയാം. എന്താണ്? വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. So if there is a change in resistance, that's a corresponding changes in voltage or current. ഓക്കെ, ഇപ്പം റെസിസ്റ്റൻസിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വരികയാണെങ്കിൽ വോൾട്ടേജിലോ കറണ്ടിലോ കറസ്പോണ്ടിങ് വേരിയേഷൻസ് ഉണ്ടാകാം. അതൊന്നുകിൽ വോൾട്ടേജിൽ വേരി ചെയ്യാം, അല്ലെങ്കിൽ കറണ്ടിൽ വേരി ചെയ്യാം. അപ്പൊ ആ ഒരു റിലേഷൻ മനസ്സിലായല്ലോ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു വെയിങ് മെഷീന്റെ ട്രെയിനിന്റെ മുകളിൽ ഞാനൊരു ഒബ്ജക്റ്റ് വെക്കുകയാണ്. അപ്പൊ അതിന്റെ വെയിറ്റിനനുസരിച്ച് ആ ട്രെയിനിന്റെ മുകളിൽ ഒരു സ്ട്രെയിൻ അപ്ലൈ ചെയ്യും. ആ സ്ട്രെയിൻ അനുസരിച്ച് അതിന്റെ ബിനീത്ത് ആയിട്ട് വെക്കുന്ന ആ റെസിസ്റ്റീവ് കോയിൽ ഒരു ചേഞ്ചസ്, അതിന്റെ ഏരിയയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പൊ റെസിസ്റ്റൻസിന്റെ കോയിലിന്റെ ഏരിയയിൽ ചേഞ്ച് വരുന്ന സമയത്ത് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ഓൾസോ ചേഞ്ചസ്. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ആ കറസ്പോണ്ടിങ് വേരിയേഷൻ മേ എഫക്ട്സ് ഇൻ ദ വോൾട്ടേജ് ഓർ കറണ്ട് വാല്യൂ. ഓക്കെ, ഇപ്പൊ റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരുത്താൻ പറ്റുവാണെങ്കിൽ കറസ്പോണ്ടിങ് വേരിയേഷൻ നമുക്ക് വോൾട്ടേജിലോ അല്ലെങ്കിൽ കറണ്ടിലോ വരുത്താൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ആ വെയിറ്റ്. അതിനെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ? കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകിൽ വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കറണ്ട് ആക്കി കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ റെസിസ്റ്റൻസിൽ ഒരു വേരിയേഷൻ വരുത്തും. ദെൻ ആ കറസ്പോണ്ടിങ് വേരിയേഷൻ നമ്മൾ ഒരു വോൾട്ടേജിലോ കറണ്ടിലോ വരുത്തും. Okay, so what will happen is that the input കൊടുക്കുന്ന ആ ഒരു measuring physical quantity, that is weight, that is converted into electrical quantity. Okay, ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയെ കിട്ടിയ പിന്നെ നമുക്ക് എളുപ്പമാണ് അതിന് നമുക്ക് കറസ്പോണ്ടിങ് ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് യൂസ് ചെയ്യാം. ഇലക്ട്രോണിക് സർക്യൂട്ട് വോൾട്ടേജ് വേരിയേഷൻ ഡിജിറ്റൽ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ആ ബ്ലോക്ക് ഡയഗ്രത്തിന് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ വെയിങ് മെഷീൻ ഓപ്പറേഷൻ ചെയ്യാറല്ലേ? യെസ്, അത് ഓക്കെ ആണ് അല്ലേ? ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം നോക്കാം. ഓക്കെ, സോ നിങ്ങളുടെ സിലബസിലുള്ളത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം അല്ലെങ്കിൽ മെഷറിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? അതിന് ഡിഫറെന്റ് ബ്ലോക്സ് ഉണ്ട്. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് വരുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. ഓക്കെ, ഈ ബ്ലോക്ക് ഡയഗ്രത്തിന് ഇൻപുട്ട് ആയിട്ട് വി ആർ അപ്ലൈയിങ് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. അതെന്തായിരിക്കും? ദാറ്റ് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. ഇപ്പൊ നമ്മൾ വെയിങ് മെഷീന്റെ കേസ് ആണെങ്കിൽ വെയിറ്റ് ആയിരിക്കും. ഇപ്പൊ വെയിങ് മെഷീൻ മാത്രമല്ല, വേറെ പല എക്സാമ്പിൾസും ഉണ്ട്. ഇപ്പൊ ടെമ്പറേച്ചർ മെഷർമെന്റിന്റെ ഉണ്ടാവും, സ്പീഡ് മെഷറിംഗിന്റെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയും മെഷർ ചെയ്യേണ്ടതിന് കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയി കൺവേർട്ട് ചെയ്ത് അതിന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിനെയാണ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് വെയിങ് മെഷീൻ പറയുന്നേ ഉള്ളൂ. അപ്പൊ വെയിങ് മെഷീന്റെ കേസ് ആണെങ്കിൽ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് എന്തായിരിക്കും? വെയിറ്റ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇഫ് യു കൺസിഡറിങ് if you are going for measuring the temperature of a burners, അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എങ്കിൽ അവിടെ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് എന്തായിരിക്കും? ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, ഇഫ് യു ആർ മെഷറിംഗ് ദ സ്പീഡ് ആണെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് സ്പീഡ് ആയിരിക്കും. ഓക്കെ, സോ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ക്യാൻ വേരി ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പൊ ഈ കേസ് എന്താണ്? മെഷേർഡ് എന്തായിരിക്കും? വെയിറ്റ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. Then first block എന്താണ്? That is primary sensing element. Okay, primary sensing element. Primary sensing element ആണ് that resistive coil. Okay, ആ ഒരു ട്രെയിനിന്റെ beneath ആയിട്ട് അതിന്റെ താഴെ വരുന്ന resistive coil ആണ് primary sensing element. Actually അവിടെ എന്താണ്? What is happening? That acts like a transducer അല്ലേ? Because input കൊടുക്കുന്ന one form of energy that is converted into another form of energy. ഇൻപുട്ട് വരുന്ന ആ ഒരു മെക്കാനിക്കൽ സ്ട്രെയിൻ ഓർ സ്ട്രെസ്സിനെ അതിന് കറസ്പോണ്ടിങ് റെസിസ്റ്റീവ് ക്വാണ്ടിറ്റി ആയി കൺവേർട്ട് ചെയ്യുന്നു അല്ലെ? അപ്പൊ അതൊരു ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ പ്രൈമറി സെൻസിങ് എലമെന്റ്.
അപ്പൊ വെയിങ് മെഷീന്റെ കേസ് ആണെങ്കിൽ അവിടെ എന്താണ് റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ഇൻപുട്ട് ആയിട്ട് എന്താ വരുന്നത്? വെയിറ്റ് വരും. അതാണ് ടു ബി മെഷേർഡ്. It is given as an input to the system. Then first block diagram in that system is primary sensing element. Okay, here the weight of that object is directly converted into resistive value. Okay, so resistance ആയിട്ട് convert ചെയ്തു. Then second block എന്താണ്? That is variable conversion element. Variable conversion element. Okay, അതാണ് ഇപ്പൊ നാം പറഞ്ഞു എന്താണ്? By using Ohm's law we can vary voltage by varying resistance. Okay, V is equal to I into R ആണ്. If there is a changes occur in the resistance value, corresponding change can apply in voltage value or current value. Okay, റെസിസ്റ്റൻസിൽ അതേ ചേഞ്ച് നമുക്ക് ഒന്നുകിൽ വോൾട്ടേജിലോ കറണ്ടിലോ വേരിയേഷൻസ് വരുത്താം. ഓക്കെ, അപ്പൊ അതാണ് ഈ വേരിയബിൾ കൺവേർഷൻ എലമെന്റ്. അപ്പൊ പ്രൈമറി അത് സെൻസിങ് എലമെന്റ് സെൻസ് ചെയ്തു, റെസിസ്റ്റൻസിൽ ഒരു വേരിയേഷൻ ഉണ്ടാക്കി. ഇനി സെക്കൻഡ് എന്ത് ചെയ്യുന്നു? റെസിസ്റ്റൻസിലുള്ള വേരിയേഷൻ കറസ്പോണ്ടിങ് വോൾട്ടേജിൽ ഒരു വേരിയേഷൻ ഉണ്ടാക്കുന്നു. അതാണ് ഈ വേരിയബിൾ കൺവേർഷൻ എലമെന്റ്. ഓക്കെ, ആൻഡ് ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു വേരിയേഷൻ, ആ വോൾട്ടേജിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ഓർ കറണ്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, ദിസ് ഇസ് വോൾട്ടേജ് ഓർ കറണ്ട് ഏതും ആകാം. ഓക്കെ, ദാറ്റ് മേ ബി ഇൻ സ്മോൾ റേഞ്ച്. ഓക്കെ, sometimes it may be in millivolt range or it can be in milliampere range. Okay, because ആ ഒരു വെയിറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെയിൻ, ആ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച്, അതിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജിലോ കറണ്ടിലോ ഉണ്ടാകുന്ന ചേഞ്ച് എന്തായിരിക്കും? വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. അത് മില്ലി വോൾട്ടിലോ മില്ലി ആംപിയറിലോ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നല്ല വെയിറ്റ് വെക്കുവാണെങ്കിൽ നല്ലൊരു സ്ട്രെയിൻ ഉണ്ടാവും, നല്ലൊരു വേരിയേഷൻ ഉണ്ടാവും. ബട്ട് ഇപ്പൊ സ്മോൾ, നമ്മൾ വെയിങ് മെഷീന്റെ മുകളിൽ see the displays like 300 gram, 100 gram, 500 gram. അങ്ങനെ ചെറിയ ഗ്രാംസിലും മില്ലിഗ്രാംസിലും ഒക്കെ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈവൻ സ്മോൾ വെയിറ്റ് വരെ മെഷർ ചെയ്തെടുക്കണം. അത്രയും അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്തെടുക്കണമെങ്കിൽ ഇപ്പൊ മില്ലി വോൾട്ടിലും മില്ലി ആംപിയറിലൊക്കെ വന്നാൽ അത് പോസിബിൾ അല്ല. അതൊക്കെ സ്മോൾ വോൾട്ടേജ് ആൻഡ് കറണ്ട് റേഞ്ച് ആണ്. സോ നമുക്ക് ഫർദർ പ്രോസസ്സിങ്ങിന് ഈ ഒരു സ്മോൾ റേഞ്ചിൽ കിട്ടിയാൽ നമുക്ക് ആപ്ലിക്കബിൾ അല്ല, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. So for the purpose, the next block comes, that is variable manipulation element. Okay, ഈ വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഓർ കറണ്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് അത് ഒരു സ്മോൾ റേഞ്ചിലാണെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ഹയർ റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യും ഫോർ ഫർദർ പ്രോസസ്സിംഗ്. ബിക്കോസ് ഇനി അടുത്ത പ്രോസസ്സിങ്ങിനൊക്കെ ഈ ഒരു സ്മോൾ വോൾട്ടേജ് ആൻഡ് കറണ്ട് റേഞ്ച് കിട്ടിയിട്ട് കാര്യമില്ല. ഓക്കെ, സോ ആ മില്ലി വോൾട്ട് മില്ലി ആംപിയർ റേഞ്ചിൽ നമ്മൾ കറസ്പോണ്ടിങ് വോൾട്ട് ആൻഡ് ആംപിയർ റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനാണ് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ് എന്ന് പറയുന്ന ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള സർക്യൂട്ടറി ഉണ്ടാവും. ഓക്കെ, അവിടെ കിട്ടുന്ന വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റിന് ഇൻപുട്ടായി കിട്ടുന്ന മില്ലി ആംപിയർ മില്ലി വോൾട്ട് റേഞ്ചിനെ ഇപ്പൊ നമുക്ക് മില്ലി വോൾട്ട് ആണെങ്കിൽ എടുക്കാം, അതിനെ ഒരു കറസ്പോണ്ടിങ് വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് വരിക. Okay, and next comes data transmission element. Data transmission element. അതിന്റെ പേർപ്പസ് എന്താണ്? ഇപ്പൊ ഇവിടെ നോക്ക്, ഇത് നമ്മുടെ വെയിങ് മെഷീന്റെ ഒരു ചെറിയൊരു ഡയഗ്രാം ഞാൻ വരച്ചതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് വെയിങ് മെഷീൻ നോക്കിയാൽ കാണാൻ പറ്റും. ആ വെയിങ് മെഷീന്റെ താഴെയുള്ള ആ ഒരു പൊസിഷനിൽ ഒരു ഡിസ്പ്ലേ ഉണ്ടാവും. ആൻഡ് ഓൾസോ ഇതുപോലെ പ്രൊജക്ട് ചെയ്ത് ഹയറിൽ ഒരു ഡിസ്പ്ലേ കാണും അല്ലെ. ഇപ്പൊ നമ്മളൊക്കെ ഷോപ്പിൽ മെറ്റീരിയൽസ് എന്തെങ്കിലും വാങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്രൊജക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? വെയിങ് മെഷീൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇതുപോലെ ഒരു പ്രൊജക്ട് ചെയ്തിട്ട് മുകളിലേക്ക് ഒരു ഡിസ്പ്ലേ ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഈ ബിനീത്തിൽ ഇപ്പൊ ഇവിടെ ഒരു 1 kg ഷുഗർ ആണെങ്കിൽ 1 kg എന്നുള്ള വാല്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, 1000 ഗ്രാം കാണിച്ചിട്ടുണ്ടാവും. അതേ ക്വാണ്ടിറ്റി തന്നെ ഇതിന്റെ മുകളിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആ ഡിസ്പ്ലേ കിട്ടി. അതിനെ ഈ സ്ഥലത്തേക്ക് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അതിനാണ് നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത്, വേരിയബിൾ ട്രാൻസ്മിഷൻ എലമെന്റ് ഓർ ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്. ഓക്കെ, ഇവിടെ കിട്ടുന്ന ആ ഡിസ്പ്ലേനെ ഇതുപോലെ ഈ ഹയർ പൊസിഷനിലേക്ക് പ്രൊജക്ട് ചെയ്യുക. അപ്പൊ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യണമല്ലോ, ഇവിടെയുള്ള ഡാറ്റനെ ഇവിടത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ അതിനാണ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്. ഓക്കെ, ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഇഫ് യു കൺസിഡറിങ് എ സാറ്റലൈറ്റ്
is launched in ഓക്കെ. ഇപ്പൊ നമ്മള് സാറ്റലൈറ്റ് ഔട്ട്സൈഡ് ദ എർത്ത് നമ്മൾ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബഹിരാകാശത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെയുള്ള അതിന്റെ ഇപ്പൊ നമ്മൾ സാറ്റലൈറ്റ്സ് ഒക്കെ എങ്ങനെ വിടുന്നത് എന്തിനാണ്? പല കാര്യങ്ങളിലും സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് അല്ലെ, പല കാര്യങ്ങളും പഠിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ്. അപ്പം അവിടെയുള്ള അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ, അവിടെ എന്തെങ്കിലും എക്സ്ട്രാ ഫാക്ടേഴ്സിന്റെ പ്രസൻസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ മെഷർ ചെയ്തിട്ട് അതെന്ത് ചെയ്യണം? സാറ്റലൈറ്റ് അവിടെ മെഷർ ചെയ്ത് വെച്ചു, അത് നേരെ എർത്തിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്മിറ്റ് ചെയ്യണം അല്ലെ. ബിക്കോസ് നമ്മൾ എർത്തിൽ നിന്നാണ് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ നിന്നായിരിക്കും ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ആ സാറ്റലൈറ്റ് അവിടുന്ന് ആ ഒരു സ്പേസിൽ നിന്ന് മെഷർ ചെയ്തെടുത്ത ക്വാണ്ടിറ്റി അവിടെ പ്രോസസ്സിങ് ചെയ്തു. ദെൻ എന്ത് ചെയ്യണം? അവിടുന്ന് എർത്തിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പൊ അതിനൊക്കെയാണ് ഈ ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എവിടെ ക്വാണ്ടിറ്റി മെഷർ ചെയ്ത് അതിന് യൂസ്ഫുൾ ആകുന്ന വേറൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്മിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്മിഷൻ എലമെന്റ്, ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്. ഓക്കെ, ദെൻ കംസ് ഡാറ്റ സ്റ്റോറേജ് ആൻഡ് പ്ലേ ബാക്ക് എലമെന്റ്. ഇപ്പൊ നമുക്ക് ആക്ച്വലി ഈ ബ്ലോക്ക് ഡയഗ്രാം വേണമെങ്കിൽ ഡയറക്റ്റ്ലി ഇങ്ങനെ ഡാറ്റ പ്രസന്റേഷൻ എലമെന്റിലേക്ക് കൊടുക്കാം. ഓക്കെ, എന്താണ് ഡാറ്റ പ്രസന്റേഷൻ എലമെന്റ്? ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേ. ഡാറ്റ പ്രസന്റേഷൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഡിസ്പ്ലേ. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വേ മെഷീനിലൊക്കെ കാണാൻ പറ്റും ഇതുപോലൊരു ഡിസ്പ്ലേ, ഒരു 7 ഡിജിറ്റ് ഡിസ്പ്ലേ അല്ലേ. 7 ഡിജിറ്റ് ഡിസ്പ്ലേ എങ്ങനെയാ ഉണ്ടാവുക? ഇതുപോലെ 7 ലൈൻസ് ഈ ഒരു ഫോമിൽ അല്ലെ, 7 ഡിജിറ്റ് ഡിസ്പ്ലേ നമുക്ക് അറിയുന്നതാണ്. 7 ഡിജിറ്റ് ഡിസ്പ്ലേ, അതാണ് എന്ത്? ഡാറ്റ പ്രസന്റേഷൻ എലമെന്റ്. ഓക്കെ, അപ്പം ഇതുപോലെ ഡിജിറ്റൽ ഫോമിൽ 7 സെഗ്മെന്റഡ് ഡിസ്പ്ലേ. ഓക്കെ, 7 സെഗ്മെന്റഡ് ഡിസ്പ്ലേ ആണ്. ഇതുപോലെ 7 സെഗ്മെന്റ്സ് ഉണ്ടാവും. ആ സെഗ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് 1 to 0 ഓക്കെ. അപ്പം ഡാറ്റ പ്രസന്റേഷൻ എലമെന്റിലേക്ക് അല്ലെങ്കിൽ വേറൊരു ബ്ലോക്ക് കൂടി എന്താണ്? ഡാറ്റ സ്റ്റോറേജ് ആൻഡ് പ്ലേ ബാക്ക് എലമെന്റ്. വാട്ട് ഈസ് ദാറ്റ്? ഡാറ്റ സ്റ്റോറേജ് ആൻഡ് പ്ലേ ബാക്ക് എലമെന്റ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന മീറ്റർ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഓരോരുത്തർ വീട്ടിലൊക്കെ ഉണ്ടാവും, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു മീറ്റർ യൂണിറ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന മുന്നേ തന്നെ നമ്മൾ ലാസ്റ്റ് ആ മെഷീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്ത ഷുഗർ ലെവൽ അതിൽ കാണിക്കും. ഒരു ലാസ്റ്റ് എടുത്ത് 2-3 റീഡിങ് കാണിക്കും. ഓക്കെ, നമ്മളിപ്പം പ്രസന്റിൽ മെഷർ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിലെടുത്ത് നമുക്ക് ലാസ്റ്റ് എടുത്ത 2-3 റീഡിങ് നമുക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി വേറെയും പല എക്സാമ്പിൾസിൽ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എളുപ്പത്തിൽ മനസ്സിലാവാൻ ഇപ്പൊ കാൽക്കുലേറ്റർ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലാസ്റ്റ് ചെയ്ത വാല്യൂസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അടിച്ചു നോക്കിയാൽ ലാസ്റ്റത്തെ റീഡിങ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് പ്ലേ ബാക്ക് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് പ്ലേ ബാക്ക് എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെഷീൻ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് എടുത്ത റീഡിങ്സ് ഒക്കെ ഒന്നുകൂടി റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് എന്തിനാണ്? ഇവിടെ എന്തെങ്കിലും മെമ്മറി യൂണിറ്റ്സ് ഒക്കെ ഉണ്ടാവും, റാം, റോം, അതുപോലെയുള്ള മെമ്മറി യൂണിറ്റ്സ് ഉണ്ടാവും ഈ ഒരു ബ്ലോക്കിൽ. അപ്പൊ നമ്മൾ ലാസ്റ്റ് എടുത്ത റീഡിങ് എന്ത് ചെയ്യും? ഈ മെമ്മറി യൂണിറ്റിലേക്ക് അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം അത് വീണ്ടും ആ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് വെയിറ്റ് മെഷറോ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് ഈ മെമ്മറി യൂണിറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റ ഒന്നും കൂടി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ലാസ്റ്റ് എടുത്ത റീഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. ചില ഇൻസ്ട്രുമെന്റ് സിസ്റ്റത്തിന് ഇത് ഉണ്ടാകും, ഡാറ്റ സ്റ്റോറേജ് ആൻഡ് പ്ലേ ബാക്ക് എലമെന്റ് ഉണ്ടാവും, ചിലതിന് അത് ഉണ്ടാവില്ല. ഓക്കെ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആപ്ലിക്കേഷൻ. നമുക്ക് അത് റിക്വയർഡ് ആണെങ്കിൽ അത് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പം ഇത്രയാണ് എന്ത്? ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം അല്ലെങ്കിൽ മെഷർമെന്റ് സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിന് ഇൻപുട്ട് ആയിട്ട് വരുന്നത് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ആണ്. ദാറ്റ് ക്യാൻ ബി ഇൻ എനി ഫിസിക്കൽ മെഷറന്റ്. ഓക്കെ, എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ആകാം. ആൻഡ് ഫസ്റ്റ് ബ്ലോക്ക് എന്താണ്? പ്രൈമറി സെൻസിങ് എലമെന്റ് ആണ്. ഓക്കെ, ആൻഡ് അതിലാണ് ആ റെസിസ്റ്റൻസ് വാല്യൂ ഏരിയയിൽ വേരിയേഷൻ വരുത്തി റെസിസ്റ്റൻസ് വാല്യൂ വേരി ചെയ്യുന്നത്. ആൻഡ് ദെൻ കംസ് ദ വേരിയബിൾ കൺവേർഷൻ എലമെന്റ്. Okay, here the corresponding variation in the resistance
corresponding variations in a voltage or current may occur. Okay, then other our voltage or current may be in small values, small range values that can be in millivolt or milliampere. So in order to make it as a desired quantity for the further processing, we are using variable manipulation element. Okay, further processing അതൊരു ഡിസൈഡ് ക്വാണ്ടിറ്റിയിൽ കിട്ടണം, ഒരു വോൾട്ട് റേഞ്ചിലോ ആംബിയർ റേഞ്ചിലോ കിട്ടണം. അതിനാണ് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ് യൂസ് ചെയ്യുന്നത്. ഈ മില്ലി വോൾട്ടും മില്ലി ആംബിയറിലും കിട്ടിയാൽ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് അതിന്റെ മെഷർമെന്റോ അല്ലെങ്കിൽ ഫർദർ പ്രോസസ്സിങ്ങിനോ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ വോൾട്ടിലേക്കോ ആംബിയർ റേഞ്ചിലേക്കോ കൺവേർട്ട് ചെയ്യാനാണ് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ്. ഓക്കെ, ദെൻ കംസ് ദ ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്. ഓക്കെ, ഈ ഒരു ബ്ലോക്ക് എന്തിനാണ്? ഇൻ ഓർഡർ ടു ട്രാൻസ്മിറ്റ് ദ obtained data from one place to another. Okay, where it is needed. Okay, എവിടെയെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്സ് യൂസ് ചെയ്യുന്നത്. Okay, and if you want to store the previous datas, then data storage and playback element circuits are used. Okay, അങ്ങനെ ആ ഒരു പ്രീവിയസ് ഡാറ്റ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെങ്കിൽ മാത്രം ഈ ഒരു ബ്ലോക്ക് വരും. അവിടെ ഒരു മെമ്മറി യൂണിറ്റ് ഒക്കെ ഉണ്ടാവും, പ്രീവിയസ് ഡാറ്റാസ് ഒക്കെ അവിടെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി അത് ഇല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യും? ഡാറ്റ പ്രസന്റേഷൻ എലമെന്റിലേക്കാണ് പോവുക. ഡാറ്റ പ്രസന്റേഷൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. ഡിസ്പ്ലേ യൂണിറ്റ് മേ കണ്ടെയ്ൻ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ആയിരിക്കും നോർമലി ഉണ്ടാകുക. ഓക്കെ, ദെൻ ടു ദ ഒബ്സർവർ. ഫൈനലി എന്താണ്? ഡിസ്പ്ലേ എന്നാണ് നമുക്ക് ഒബ്സർവർക്ക് ആ വാല്യൂ റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഓൾ ദിസ് അബൌട്ട് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം. ആൻഡ് ഹിയർ ഒരു സെക്ഷൻ കൂടിയുണ്ട്. എന്താണ്? ഒരു term കൂടിയുണ്ട്, ദാറ്റ് ഈസ് ഡാറ്റ കണ്ടീഷനിങ് എലമെന്റ്. ഈ ഡാറ്റ കണ്ടീഷനിങ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ദിസ് സർക്യൂട്ട് ഈസ് യൂസ് ടു അവോയ്ഡ് നോയ്സസ്. ഓക്കെ, നമ്മൾ ഈ ഇൻപുട്ട് ആയിട്ട് കിട്ടുന്ന സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്താലും അവിടെ എന്തെങ്കിലും നോയ്സസ്, എക്സ്ട്രാ നോയ്സസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കിട്ടുന്ന വാല്യൂ റോങ് ആയിരിക്കും അല്ലെ? നോയ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് അവിടെ കിട്ടുന്ന നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ഒരു സ്മോൾ വെയിറ്റിന്റെ പോലും ആ ഒരു ക്വാണ്ടിറ്റി, സ്മോൾ ക്വാണ്ടിറ്റി പോലും എന്ത് ചെയ്യണം? അക്യുറേറ്റ് ആയിട്ട്, നീറ്റ് ആയിട്ട്, ക്ലിയർ ആയിട്ട് ഡിസ്പ്ലേയിൽ വിസിബിൾ ആണെങ്കിൽ ഇങ്ങനെയുള്ള നോയ്സസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, വി ഷുഡ് അവോയ്ഡ് നോയ്സസ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഡാറ്റ കണ്ടീഷനിങ് എലമെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഈ ഡാറ്റ കണ്ടീഷനിങ് എലമെന്റ്സ് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇറ്റ് ക്യാൻ പ്ലേസ് ഇൻ ബിറ്റ്വീൻ primary sensing element and variable conversion element, or it can be placed between variable conversion element and variable manipulation element, or it can also be placed between variable manipulation element and data transmission element. Okay, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഡാറ്റ കണ്ടീഷനിങ് എലമെന്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. എവിടെ വെച്ചാലും നമുക്ക് ആ നോയ്സസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷമാണ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റിലേക്ക് അത് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ ഫങ്ഷണൽ എലമെന്റ്സ് ഓഫ് എൻ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് എൻ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം. എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ആ ഒരു പോയിന്റ് ഒന്ന് വേഗം വായിച്ചു പോവാം. പ്രൈമറി സെൻസിങ് എലമെന്റ്, the quantity or the variable which is being measured makes its first contact with the primary sensing element of a measuring system. Okay, the measurement is thus first detected by the primary sensor or the detector. The measurement is then immediately converted into an analogous electrical signal. This is done by a transducer. Okay, അതെന്താണ്? ഒരു ട്രാൻസ്ഡ്യൂസർ വഴിയാണ് ചെയ്യുന്നത്. Though a transducer in general is defined as a device which converts energy from one form to another. Okay, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. A transducer is defined as a device which converts a physical quantity into an electrical quantity. Okay, and in many cases, the physical quantity is directly converted into an electrical quantity by a detector transducer. The first stage of measurement is known as a detector transducer stage. Okay, അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ എന്താണ്? അവിടെ ഒരു സെൻസിങ് യൂണിറ്റ് ആണുള്ളത്, അതാണ് ട്രാൻസ്ഡ്യൂസർ. Physical quantity is converted into corresponding electrical quantity by using that transducer. Okay, then second comes the variable conversion element. The output signal of the variable sensing element may be any kind. It could be a mechanical or electrical signal. Okay, അതിനെ നമുക്ക് മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ആക്കാം. ഇൻപുട്ട് വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച്, നമ്മുടെ ഡിസൈഡ് കണ്ടീഷൻ അനുസരിച്ച് ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ സിഗ്നൽ.
Okay, it may be a deflection or elastic member or some electrical parameter such as voltage, frequency, etc. Sometimes the output from the sensor is not suited to the measuring system. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ പോയിന്റ്സുകൾ തന്നെയാണ്. അവിടെ എന്താണ് വേരിയബിൾ കൺവേർഷൻ എലമെന്റിൽ നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസ് വാല്യൂലാണ് വേരിയേഷൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ റെസിസ്റ്റൻസ് വാല്യൂയിലുള്ള വേരിയേഷൻ എന്ത് ചെയ്യും, അവിടെ കറസ്പോണ്ടിങ് വോൾട്ടേജ് വാല്യൂയിലോ കറണ്ട് വാല്യൂയിലോ നമുക്ക് റിസംബ്ലൻസ് ചെയ്ത് കാണിക്കാൻ പറ്റും. Then variable manipulation element. Okay, variable manipulation element means a change in numerical value of the signal. Because അതിന്റെ ഇൻപുട്ട് ആയി കിട്ടുന്ന സ്മോൾ റേഞ്ച് വാല്യൂനെ നമുക്ക് ഡിസൈഡ് ക്വാണ്ടിറ്റിയിലേക്ക് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. Okay, while preserving the original nature of the signal. Okay, the function of a variable manipulation element is to manipulate the signal presented to this element while preserving the original nature of the signal. അതിന്റെ ക്വാണ്ടിറ്റിയിൽ സിഗ്നൽ സ്ട്രെങ്ത്തിൽ വേരിയേഷൻ വരുന്നുണ്ടെങ്കിലും അതിന്റെ ഒറിജിനൽ നാച്ചർ അങ്ങനെ തന്നെയായിരിക്കും. ആ ഒറിജിനൽ ഡാറ്റ അവിടെ പ്രിസർവ് ചെയ്തിട്ട് തന്നെ വെക്കും. ദെൻ സിഗ്നൽ കണ്ടീഷനിങ് എലമെന്റ്. ഓക്കെ, ദെൻ ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് ആൻഡ് ഫൈനലി ഡിസ്പ്ലേ യൂണിറ്റ്. ഇത്രയാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. സോ ഇത് എളുപ്പമാണ് ഈ ബ്ലോക്ക് ഡയഗ്രാം. ആ വെയിങ് മെഷീനെ എക്സാമ്പിൾ ആക്കി ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ബ്ലോക്ക് ഡയഗ്രാം അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇന്ന് തന്നെ പഠിക്കുക. ഈ ബ്ലോക്ക് ഡയഗ്രാം വരക്കുക. പിന്നെ എന്താണ് ഫസ്റ്റ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, എന്താണ് മെഷർമെന്റ് സിസ്റ്റം ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ദെൻ ഈ ബ്ലോക്ക് ഡയഗ്രാം വരക്കുക. ഈച്ച് ബ്ലോക്ക് ഒന്നും ബൈഹാർട്ട് ചെയ്ത് വെക്കണ്ട, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ദെൻ ഈച്ച് ബ്ലോക്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം. അത്രയാല് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും സെക്ഷൻ കോൺസെപ്റ്റും എന്ത് ചെയ്യണം, അതുപോലെ ഈ ഫങ്ഷൻ എലമെന്റ്സ് ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം, ഇത് രണ്ടും ഇന്ന് തന്നെ പഠിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, കോൺസെപ്റ്റ് ഓഫ് വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് ഇന്ന് തന്നെ നോക്കുക, എന്നാലേ നിങ്ങൾക്ക് ഇത് ഓർമ്മ നിൽക്കുള്ളൂ. ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക, എവിടെയെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ എന്നോട് ചോദിക്കാം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ്. Roll number 2. 2. 3. Continue ചെയ്തോളൂ. 3. 4. 5. 6. 7. 8. 9. 10. 12. 13. 15. 16. 17. 18. 19. 21. 22. 23. 24. 25. 26. 27. 29.